വളരെയധികം സന്തോഷം. ഇന്ന് മാജിക് ഫ്രെയിംസ് പുതിയൊരു സിനിമയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിളിച്ചിട്ട് ഇന്ന് ഇവിടെ വന്ന എല്ലാവരോടും ഞങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഈ ഫംഗ്ഷന് കൂടുതൽ പ്രൊഡ്യൂസേഴ്സ് ഈവൻ വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സിനിമകൾ എടുക്കുമ്പോൾ എപ്പോഴും പ്രൊഡ്യൂസേഴ്സാണ് ഇപ്പോൾ, അതായത് ഹീറോസ്. കാര്യം കൂടുതൽ എന്താ പറയുക, ധൈര്യം കാണിച്ച് അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ വന്ന് മറ്റ് സിനിമകൾക്ക് വേറെ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളാണ്. അപ്പൊ ഇതൊരു പുതിയ തുടക്കം കുറിക്കുകയാണ്. കാരണം മാജിക് ഫ്രെയിംസ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യം മുതലേ ഒരു പുതിയ ആളുകളെ, അതായത് ഫെമിലിയർ, ഇപ്പൊ ഒരാളുടെ പേര് പറയുമ്പോഴേ, ഇപ്പം ഐശ്വര്യയുടെ പേര് പറയുമ്പോഴേ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ അഭിനയിച്ച ഐശ്വര്യ എന്ന് പറയണം. അപ്പൊ അതൊരു 2 സിനിമകൾ കഴിയുമ്പോൾ അതിന്റെ ആവശ്യമില്ല. ഐശ്വര്യ എന്ന് പറയുമ്പോൾ ഏത് ഐശ്വര്യ എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഒരു ഐഡന്റിറ്റി വന്ന ആർട്ടിസ്റ്റുകൾ കുറവായിട്ടുള്ള സിനിമ എടുക്കുകയാണ് മെറി ബോയ്സിലൂടെ. അപ്പം ഈ ഒരു സിനിമ സക്സസ് ആയിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു 15 സിനിമകൾ മാജിക് ഫ്രെയിംസിലൂടെ പുതിയതായിട്ട് ഉള്ള ആർട്ടിസ്റ്റുകളായിട്ട് പലരിലൂടെയും, ഇപ്പൊ ഞങ്ങളൊക്കെ, അതായത് ഇനിയൊക്കെ അങ്ങോട്ട് ചിലപ്പോൾ പല പ്രൊഡ്യൂസേഴ്സ് എന്താ പറയുക ഒരുമിച്ചായിരിക്കും ചിലപ്പോൾ ടൈപ്പ് ചെയ്തിപ്പോ ഞാനും ആന്റണി ചേട്ടനോ അല്ലെങ്കിൽ എബ്രാം ചേട്ടനോ ആന്റണി അങ്ങനെ പല പ്രൊഡ്യൂസേഴ്സ് ഫ്രണ്ട്ഷിപ്പ് ചേർന്നിട്ട് കുറെ അധികം പ്രൊഡക്ഷൻസ് വേണമെങ്കിൽ സംഭവിക്കാം ഇനി അങ്ങോട്ടൊക്കെ. അപ്പോ മാറ്റങ്ങളെല്ലാം എടുത്തു. ഇപ്പൊ ഈ തെലുങ്ക് ഇൻഡസ്ട്രി ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ പുതിയ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്ത്, അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ പുതിയ ആർട്ടിസ്റ്റുകളുടെ സിനിമകൾ വരുന്നുണ്ട്. അപ്പം ആളുകൾ, സിനിമാ പ്രേമികൾ കൂടുതലാണ്. ആക്ച്വലി എല്ലാ സിനിമകളും വന്നു കഴിഞ്ഞാൽ കാണണം എന്നുള്ള സിനിമ പാഷൻ ഏറ്റവും കൂടുതലുള്ള ഒരു ഇൻഡസ്ട്രിയും കൂടെയാണ് തെലുങ്ക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ്. അപ്പൊ അതുപോലെ ഒക്കെ കണ്ടുകൊണ്ടിട്ടാണ് ഈ സിനിമയെ സമീപിച്ചത്. തീർച്ചയായിട്ടും ഈ സിനിമ എടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാ സിനിമകളും എടുക്കുമ്പോഴും അതിൻ്റെ അകത്ത് ഒരു റിസ്ക് ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സിനിമ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് ഇതിന്റെ മെയിൻ ബാക്ക് ബോൺ എന്ന് 100% വിശ്വസിക്കുന്നു. ശ്രീപ്രസാദ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മഹേഷ് ആയിക്കോട്ടെ, നമ്മുടെ അടുത്ത് ഇത് അവതരിപ്പിച്ചപ്പോൾ ചുമ്മാ ഒരു സബ്ജക്റ്റിനെ നമ്മൾ കയറി പരീക്ഷിക്കാൻ ഓർത്ത് അങ്ങനെ കളയാനായിട്ടുള്ള പൈസയൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല. പരീക്ഷണം എടുക്കാം. ഈ സബ്ജക്റ്റ് തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ മുന്നിൽ കൊണ്ടുവരാം. ഇത് ഇന്നത്തെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന എന്താ പറയുക ന്യൂ ജനറേഷൻ സിനിമയാണ് എന്ന് വിശ്വസിക്കുകയും ഇതിനകത്തെ കുറെ കാര്യങ്ങൾ എന്താ പറയുക ഒരു ഇമോഷനിലൂടെ ടച്ച് ചെയ്തൊക്കെ പോവുകയും പിന്നെ ഇത് ക്യാമ്പസ് സബ്ജക്റ്റും കൂടെയാണ്. അപ്പം അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇത് മഹേഷ് എന്ന് പറയുന്ന പുതു ഡയറക്ടർ മലയാള സിനിമയിലേക്ക് ഒരു വലിയ മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്റെ കസിൻ വഴിയാണ് മഹേഷ് എന്റെ അടുത്തേക്ക് വന്നത്. അപ്പം മഹേഷ് ഈ സബ്ജക്റ്റ് പറയുകയും എനിക്കത് ഇഷ്ടപ്പെടുകയും, എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പരിചയത്തിലുള്ള പലരുടെ അടുത്ത് മഹേഷ്, എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകളുടെ അടുത്ത് ഈ സ്ക്രിപ്റ്റുമായിട്ടൊന്ന് പോയി. കാരണം ഞാനൊരു കമന്റ് പറയുമ്പോൾ അത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല, എന്റെ ജഡ്ജ്മെന്റ് തന്നെ കറക്റ്റ് ആവണമെന്നില്ല. അപ്പൊ മഹേഷ് ഞാൻ പറഞ്ഞു, ഇതൊരു പുതിയൊരു സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ആൾക്കാരോട് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ അതുകൊണ്ട് ഞാനൊരു ഡൗട്ട് ചോദിക്കുമ്പോൾ എന്റെ ഒരു ഡൗട്ട് അല്ലാത്ത പല ഡൗട്ടുകൾ പലരിൽ കാണും. അപ്പൊ മഹേഷ് അങ്ങനെ എല്ലാവരുടെയും, എനിക്ക് തോന്നുന്നത് ഈവൻ സിഫയിൽ പഠിക്കുന്ന എല്ലാവരുടെ അടുത്ത് പോലും സ്ക്രിപ്റ്റ് റീഡിങ് നടത്തി അങ്ങനെ ഉള്ളവരുടെ ഒക്കെ അടുത്ത് ഒപ്പീനിയനുകൾ എടുത്തിട്ട് അതെല്ലാം ഈ ചേർക്കാവുന്ന കാര്യങ്ങളെല്ലാം സ്ക്രിപ്റ്റിൽ ആഡ് ചെയ്യുകയും മാറ്റാവുന്ന കാര്യങ്ങളെല്ലാം മാറ്റുകയും അങ്ങനെയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്നാൽ പോലും ഇതൊരു എന്താ പറയുക സിനിമ എന്ന് പറയുന്നത് മാജിക്കാണ്. നമ്മൾ സിനിമ ഇറങ്ങുന്നതിന് അപ്പുറം പല തരത്തിലുള്ള ഡയലോഗുകൾ അടിക്കുമെങ്കിലും സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് റിസൾട്ട് ഉണ്ടായാൽ മാത്രമാണ് സിനിമയ്ക്കുള്ള പ്രത്യേകത. അപ്പം എല്ലാവരും സിനിമ മാക്സിമം പരിശ്രമിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഈ സിനിമ ഒരു വലിയ വിജയമായി മാറണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആവശ്യം. കാരണം ഒരുപടി പുതിയ താരങ്ങൾ അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് എല്ലാം ഇതിന്റെ പിന്നിലുണ്ട്. അപ്പോൾ പിന്നെ ഒരു സ്ട്രോങ് ആയിട്ട് ഉള്ളതെന്ന് പറയുന്നത് മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്ന ഒരു കമ്പനി കുറെ പടങ്ങൾ ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഇവർക്ക് മുന്നിലുള്ളത്. അപ്പൊ അതുകൊണ്ടിട്ട് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഈ സിനിമ പുറത്തു വരും. ഒരു വലിയ സിനിമ ഇറക്കുന്നതിനേക്കാളും മുകളിൽ നമ്മൾ ഈ സിനിമ മാർക്കറ്റ് ചെയ്ത് നമുക്ക് പ്രേക്ഷകരുടെ അടുത്ത് എത്തിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ജനങ്ങളാണ് ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയേണ്ടത്. എനിവേ ഒരിക്കൽ കൂടി ഈ ഫംഗ്ഷന് വന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഞങ്ങൾ നാളെ മുതലാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. ഇന്ന് ഇതിന്റെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തുന്ന ചടങ്ങുകൾ മാത്രമാണ്. എനിവേ താങ്ക്സ് ടു ഓൾ.